ഇല്ലതിലേക്കും വെച്ചിട്ട് ഭയങ്കര ക്വാളിറ്റി കോൺവെർസേഷൻ എനിക്ക് ഫീൽ ചെയ്തത് ഇവർ രണ്ടുപേരിലുമാണ്, ജിൻഡു ആൻഡ് അർജുൻ. ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തിൻ്റെ പാതയിൽ ജിൻഡു പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ നോമിനേഷനിൽ വന്നതാണ്, അർജുൻ ഇത്രയായിട്ട് വന്നിട്ടില്ല, അപ്പോൾ പ്രേക്ഷക വിധി അറിയേണ്ടതാണ്, അതുകൊണ്ട് പുള്ളി നോമിനേഷനിലേക്ക് വരണം എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ചേട്ടൻ എന്താ നോമിനേഷൻ വരാൻ, ജിൻഡു ചേട്ടൻ എന്താ നോമിനേഷൻ വരാൻ പേടിയാണോ, ഞാൻ നോമിനേഷൻ വരാതെ ഞാൻ നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടാണ്, ഇനിയും അങ്ങനെ തന്നെയാണ് പോകാൻ തീരുമാനിച്ചേക്കുന്നത്, ഏതൊരു ടാസ്ക് ആണെങ്കിലും ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക തന്നെ ചെയ്യും, അതുകൊണ്ട് എനിക്ക് ലൈക്ക് ഞാൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, പിന്നെ ഞാൻ ഇതിന് നോമിനേഷന് വരണം, അപ്പോൾ എനിക്ക് നോമിനേഷൻ വരേണ്ട ആവശ്യമില്ല, ഞാൻ സേവായിട്ട് തന്നെ പോകും, മുന്നോട്ട് എനിക്ക് ഫേസ് ചെയ്ത് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ട്, ചേട്ടന് പേടിയായതുകൊണ്ടാണോ ചേട്ടൻ വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തീരുമാനിക്കാൻ ഒരു പാർട്ടിക്കുലർ ടൈം ഉണ്ട്, ആ ടൈം കഴിഞ്ഞിട്ടും ഇവരിങ്ങനെ ഞാനോ നീയോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് തന്നെ രണ്ടുപേരും നോമിനേഷനിലേക്ക് വരുത്തും. അത് തന്നെയാണ് ആക്ച്വലി സംഭവിച്ചത്. പക്ഷേ ഒരു ക്വാളിറ്റി കോൺവെർസേഷൻ ആയിരുന്നു, രണ്ടുപേരും പോയിന്റ് വൈസ് സംസാരിക്കുന്നുണ്ടെങ്കിലും ജിൻഡോ പറയുന്നതിലും പോയിന്റ് ഉണ്ട്, അർജുൻ പറയുന്നതിലും പോയിന്റ് ഉണ്ട്, എന്നാലും ആ ഒരു ലൈക്ക് ആർഗ്യുമെന്റ്സ് ഭയങ്കര ഹെൽത്തി ആർഗ്യുമെന്റ്സ് ആയിരുന്നു, നല്ല ക്വാളിറ്റി പ്ലേയേഴ്സ് ആയിട്ടാണ് എനിക്ക്, പ്ലേയേഴ്സ് ഇൻ ദ സെൻസ് ലൈക്ക് ആ ഒരു ടാസ്ക് അവർ നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. അർജുനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് അത്ര ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഭയങ്കര കണ്ടന്റ്സ് അതിൻ്റെ ഉള്ളിൽ വാരി വെതറുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു രീതിയിൽ ഒരു അർജുൻ്റെ വോയിസ് ഒന്ന് ഷൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഇനിഷ്യേറ്റീവായിട്ട് എടുത്ത് ലീഡ് ചെയ്ത് പോയിട്ടുള്ള രീതിയിലുള്ള സംസാരം കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ കൗണ്ടറും കണ്ടന്റൊക്കെ അവിടെ വാരി വെതർന്ന ജിൻഡോ തന്നെയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജിൻഡോയ്ക്ക് അവിടെ സേവ് ആവാനുള്ള ചാൻസസ് ഒരുപാടുണ്ട് കമ്പാരിറ്റീവ്ലി അർജുൻ. കാരണം ഒരു സേഫ് ഗെയിം അല്ലെങ്കിൽ ഒരു വീക്ക് പ്ലെയർ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തട്ടി പോട്ടെ എന്നുള്ളൊരു വൈബാണ് അർജുനുള്ളത്. സോ അർജുൻ ഡെഫിനറ്റ്ലി നോമിനേഷനിൽ വന്നിട്ട് ആൾക്കാരൊരു വൈബ് അറിയണമെന്ന് ജിൻഡോ പറഞ്ഞതിനോട് ഞാൻ സപ്പോർട്ടിങ് ആണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.